പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് CPM-ന്റെ പ്രതിഷേധ മാർച്ച്. This news is brought to you by RJ Gold JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ. കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് CPM പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. മെഡിക്കൽ കോളേജിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുക, മെഡിക്കൽ കോളേജിലെ ജീവനക്കാരെ അന്യായമായി പിരിച്ചുവിട്ട നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച്. രോഗികൾക്ക് ഏറ്റവും വിദഗ്ധമായ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം മാറി. പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള രോഗബാധിതരായിട്ടുള്ള ആളുകൾക്ക് മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നൽകുന്ന വിധത്തിലുള്ള ചികിത്സ ലഭിക്കുന്ന സ്ഥാപനമായി ഈ പരിയാരം മെഡിക്കൽ കോളേജ് മാറി. അതിന്റെ ഫലമായിട്ട് ആയിരക്കണക്കിന് രോഗികളാണ് ഈ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിൽ അതിന്റെ വികസനത്തിന് വേണ്ടി LDF സർക്കാർ ഇടപെട്ടു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്താൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥാപനമാക്കി ഈ സ്ഥാപനത്തെ മാറ്റി. അവയവമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്താൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥാപനം നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് LDF സമയത്ത് മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു ഡിപ്പാർട്ട്മെന്റായിരുന്നു നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡില്ല, ആരെങ്കിലും കൊടുത്തു. നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡില്ല. നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മറ്റൊരു സീനിയർ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ പോയി, നാളെ പോയി. ഇപ്പൊ ആരുമില്ല. നേരത്തെ 150 രോഗികളെ ഈ നെഫ്രോളജി ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള വൃക്ക സംബന്ധമായിട്ടുള്ള രോഗം ബാധിച്ചിട്ടുള്ള 150 രോഗികളെ ഓരോ ദിവസവും OPയിൽ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോ 10-20 ആള് പേര് നമുക്ക് അപകടമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്താൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥാപനത്തെ UDF വന്നിട്ട് അതല്ലായിരുന്നു. വന്ന് 2 മാസം കഴിയുമ്പോഴത്തേക്ക് തളർത്തോണ്ടിരിക്കല്ലേ ഈ സ്ഥാപനത്തെ. അതല്ലേ നോക്കേണ്ടത്. ഈ സ്ഥാപനത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇടപെടുന്നതിന് പകരം ഇവിടെ ഇന്റഗ്രേഷൻ അവരാക്കി. എന്താ ഇന്റഗ്രേഷൻ? സർക്കാർ ഏറ്റെടുക്കുന്ന സമയത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജ് എന്ന നിലയിലാണല്ലോ ഈ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത്. ഇന്റഗ്രേഷൻ നടപ്പിലാക്കുമ്പോ ഇവിടെയുള്ള ജീവനക്കാരെയാണെങ്കിൽ സർക്കാർ ജീവനക്കാരായിട്ട് അംഗീകരിക്കണം. അതിന് അംഗീകരണ പ്രക്രിയ നടപ്പിലാക്കണം. നടപ്പിലാക്കുമ്പോൾ ഒരു പ്രശ്നമായിരുന്നു ഗവൺമെന്റ് മുമ്പിൽ. സർക്കാർ മെഡിക്കൽ കോളേജിലുള്ളതുപോലുള്ള സർക്കാർ ഡിപ്പാർട്ട്മെന്റിലുള്ളതുപോലുള്ള ജീവനക്കാരുടെ ഇവിടെയുള്ളത് പല രീതിയിലുള്ള ജീവനക്കാരാണ്. സ്വകാര്യ മെഡിക്കൽ കോളേജ് എന്ന നിലയിലാണ് ഇതിനെ കൊണ്ടുവന്നത്. ജീവനക്കാർ പല രീതിയിലുള്ള ജീവനക്കാരാണ്. നമ്മളെ സർക്കാർ മെഡിക്കൽ കോളേജ് PRO തസ്തികയൊന്നും കാണാൻ കഴിയില്ല. നിരവധി ഒരു സ്വകാര്യ സ്ഥാപനം എന്ന നിലയിൽ നിരവധി തസ്തികകളുണ്ട്. അപ്പോ ഗവൺമെന്റ് ആലോചിച്ചു എങ്ങനെയാണ് ഇന്റഗ്രേഷൻ നടത്താൻ വേണ്ടി കഴിയുക. സർക്കാർ ഇല്ലാത്ത തസ്തികയിൽ ഇന്റഗ്രേഷൻ നടത്താൻ വേണ്ടി കഴിയില്ല. 2 വിധത്തിൽ തീരുമാനിച്ചു. ഒന്ന്, ഇപ്പൊ നിലവിൽ ജീവനക്കാരുണ്ട്. ആ ജീവനക്കാർ പിരിഞ്ഞു പോകുന്നത് വരെ ആ തസ്തിക അംഗീകരിച്ച് അതിനെ വാനിഷിംഗ് കാറ്റഗറി ആയിട്ട് അംഗീകരിക്കുക. എന്താ വാനിഷിംഗ് കാറ്റഗറി പറഞ്ഞാൽ?
സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര RJ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി, മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ, മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം RJ ഗോൾഡ് JMUP സ്കൂളിന് മുൻവശം ചെറുപുഴ.